ഇതാണ് കേരള ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇത് അവിടെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. 40 രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റൊക്കെ എടുക്കാൻ ടിക്കറ്റ് നിരക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിനപ്പുറത്താണ് നമ്മൾ കണ്ട വൃക്ഷയോടുകൂടി കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റ് വന്ന ഈ ബാത്റൂമൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം പറയാം, മഴ കാരണം എങ്ങോട്ടും ഇറങ്ങത്തില്ല. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അത് പണി നിർത്തി വെച്ച് സ്റ്റേ വന്ന ഒരു റിസോർട്ടാണ് ഇത്. ഇവിടെയാണ് കാൽവരി മൗണ്ടിൻ്റെ ദൃശ്യം മൊത്തം അങ്ങോട്ടാണ്. നമുക്കത് കാണാമോ നോക്കാം. ഇത് എന്നാലും പുൽമൈതാനം പോലെ കിടക്കുന്നുണ്ട്. നല്ല വ്യൂവാ. ഒരു സിറ്റുവേഷനല്ല, കേരളം മൊത്തം ടൂറിസത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തേക്കടിയും കുമ്പളിയൊന്നുമല്ല, ഇടുക്കി ഭാഗങ്ങളൊന്നുമല്ല, ഈ കട്ടപ്പന ഇപ്പോൾ ടൂറിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കട്ടപ്പനയുടെ ഹൈ ആംഗിൾ ഷോട്ടാണിത്. മഞ്ഞ് മൂടി കിടക്കുന്ന മലകളൊക്കെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ. മൊബൈൽ നനഞ്ഞാലും ശരി, ഇനി ഡിസ്പ്ലേ പോയാലും ശരി, ഞാൻ നിങ്ങൾക്ക് ഈ ദൃശ്യവിസ്മയം കാണിച്ചേ അടങ്ങുള്ളൂ ഇവിടുന്ന്. കാരണം ഈ മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ, ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് ഷൂട്ട് ചെയ്യാനൊക്കെയല്ല. ഇച്ചിരി വെയിറ്റ് ചെയ്യേ. എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നത് നോക്കിയോയേ. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് ഇവിടെ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, ഇത് ഒരുക്കിയിട്ടിരിക്കുന്നത്. ഞാൻ ഏതായാലും തിരിച്ച് ഈ കൃത്രിമം നിൽക്കാനായിട്ട് ഒപ്പിച്ച ഈ സ്ഥലത്തു നിന്ന് മാറി ഞാൻ അങ്ങോട്ട് തന്നെ പോകാം. ഇത് കണ്ടോ, ഇതാ ഇങ്ങനെ ഇറങ്ങി. അപകടമൊന്നുമില്ല കേട്ടോ ഇവിടെ. ഇവിടെ നല്ല സേഫാണ്. ഇവിടെ താഴോട്ടൊന്നും വീണിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, അതായത് ഇടുക്കി ഡാമിൻ്റെ ചെറുതോണി, കുളമാവ് ഡാമുകളിൽ നിന്ന് അറിയിക്കുന്ന ഏകദേശം 2000 അടി അടുത്ത് ഉണ്ട്. ഇപ്പോൾ മഞ്ഞാണ്, ഞാനത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്താണെങ്കിലും ഞാനത് ഷൂട്ട് ചെയ്ത് കാണിച്ചത്. 2000 അടി താഴ്ചയിൽ പന്നിയൊക്കെ ഉണ്ട് കേട്ടോ താഴെ. അവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതാണ്. ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാം. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇടയിൽ നമുക്ക് മഴ നനയാതൊക്കെ നിൽക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മഞ്ഞ് മാറി വരുന്നുണ്ട്, മഴ കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞ് വരുമ്പോൾ ആ കാണുന്ന ദൂരെ ഒരു 2000 അടി താഴെയുള്ള വെള്ളമാണ് കേട്ടോ. നമുക്കൊരു വെയിലുള്ളപ്പോൾ ഒരു ദിവസം വന്ന് ഞാൻ വീണ്ടും അടുത്ത എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇട്ട് കാണിച്ചു തരാം. എന്നാലും കുറച്ച് നേരം വെയിറ്റ് നോക്കുക. ഇത് 2000 അടി താഴ്ചയുള്ള ജലമാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. താഴ്ത്തി പറ 5 വട്ടം പോയവരാണ് ഞാൻ പറയുന്നത് കേൾക്കണം നമ്മള്. വോയിസ് ഓവർ 2 ഷോട്ടിന് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ അവിടെ വന്ന് നിൽക്കുക. അവർക്ക് ചെറിയ സീനാണെന്ന് അറിയണ്ടെന്ന് വെച്ചാൽ ഇതേ കാണുന്നത് മൊത്തം ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ അകത്തുള്ള ജലമാണ് കേട്ടോ. ഒരു 2000 അടി താഴ്ചയുണ്ട് ഇതിന്. അത് ഭയങ്കര വൃത്തിയായിട്ട് കാണാവുന്നൊരു പ്രദേശമൊക്കെയാണ്. ഇതുകൊണ്ട് പുൽമേടുകളും കാര്യങ്ങളൊക്കെ. അവിടെ കുരിശുമലയുണ്ട് കേട്ടോ നിങ്ങൾക്ക് പോകാനുള്ള. ഇതൊരു കുരിശുമലയാണ്. അവിടെ ഒരു നല്ലൊരു അതിൽ നിങ്ങൾക്ക് അപ്പുറത്തുള്ള അഞ്ചുരുളി ആ ഭാഗമൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. എൻട്രൻസൊക്കെ നോക്കി ഇല്ലുകളാൽ നിറയ്ക്കപ്പെട്ട ഒരു, പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ മഴയും മഞ്ഞൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇല്ലുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നോക്കി.
സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സേഫാണ്. ലേഡീസൊക്കെയാണ് നടത്തുന്നത്. ഇവിടെ നല്ലൊരു ഇതൊക്കെയാണ് കേട്ടോ, വിലക്കുറവൊക്കെയാണ്. അതിന് ശേഷം ആദ്യം കാണുന്ന ദൃശ്യമാണിത്. അതാണ് കുരിശുമലയിലേക്കുള്ള പോകുന്നത്. ഇപ്പം വോയിസ് ഓവർ 2 ഷോട്ടിന് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ വന്ന് കുട്ടികളൊക്കെ അവിടെ വന്ന് നിൽക്കുക. അവർക്ക് നിനക്ക് ചെറിയ സീനാണെന്ന് അറിയണ്ടെന്ന് വെച്ചാൽ അതേ കാണുന്നത് മൊത്തം ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ അകത്തുള്ള ജലമാണ് കേട്ടോ. ഒരു 2000 അടി താഴ്ചയുണ്ട് ഇതിന്. അത് ഭയങ്കര വൃത്തിയായിട്ട് കാണാവുന്നൊരു പ്രദേശമൊക്കെയാണ്. ഇതുണ്ട് പുൽമേടുകളും കാര്യങ്ങളൊക്കെ. അവിടെ കുരിശുമലയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പോകാനുള്ള. ഇതൊരു കുരിശുമലയാണ്. അവിടെ ഒരു നല്ലൊരു അതിൽ നിങ്ങൾക്ക് അപ്പുറത്തുള്ള അഞ്ചുരുളി ആ ഭാഗമൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. എപ്പിസോഡ് കാൽവരി മൗണ്ടിനെ കുറിച്ചായിരുന്നു. അത് കല്യാണത്തണ്ടെന്ന് പറയും. നമ്മളാ പോയി കണ്ട സ്ഥലത്തുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ കയറ്റമാണ്. 60 രൂപയാണ് ഓട്ടോ ചാർജ്. ജീപ്പ് വിളിച്ചാൽ എത്ര പേർക്ക് വേണമെങ്കിലും 8-9 പേർക്ക് വേണം കയറാം. അത് 250 രൂപയാണ്. ഓട്ടോയ്ക്ക് 60 രൂപയാണ്. താഴോട്ട് നല്ല കയറ്റമാണ്. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നല്ല എളുപ്പമാണ്, സുഖമാണ്. വഴിക്ക് കാണാൻ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ 65ാമത്തെ എപ്പിസോഡാണ് കാൽവരി മൗണ്ടിനെ കുറിച്ച്. നമുക്ക് മഞ്ഞും മഴയൊക്കെ കാരണം ഇച്ചിരി പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.